ഇന്ന് ഫാമിലല്ല ഇട്ടുള്ളത്, നമ്മളൊരു ചെറിയൊരു മലകയറ്റാണ്. ഇതിനുണ്ട്, ഞാനുണ്ട്, കുഞ്ഞോളും ഉണ്ട്. അപ്പൊ നല്ല കുത്തനെ കയറ്റാണ്. ഞങ്ങൾ പോണ എങ്ങോട്ടാന്നല്ലേ, ഈ ഒരു സമയമായി കഴിഞ്ഞാല് ഈ ഒരു സമയം തന്നെ കേട്ടോ, നവംബർ ലാസ്റ്റ് ഡിസംബറൊക്കെ ആദ്യമായിട്ട് നിതിന്റെ ഒരു പരിപാടി ഉണ്ട്. നല്ല നാടൻ നെല്ലിക്ക പറിക്കില്ല കേട്ടോ, കുഞ്ഞോള് വീഴാൻ പോയി. അപ്പൊ നല്ല നാടൻ നെല്ലിക്ക പറിക്കണമെങ്കിൽ ഞങ്ങൾ ഈ കുന്നിന്റെ മേലെ തന്നെ വരണം. അതുകൊണ്ട് അങ്ങോട്ട് അങ്ങനെ നടന്നു പോവാണ്. ഇവിടെ അങ്ങനെ വീടുകളും തോട്ടം തന്നെയാണ്, കാപ്പിത്തോട്ടാണ്. പക്ഷെ കുറച്ച് നമ്മളവിടെ നിന്നൊക്കെ ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കുന്നിന്റെ മുകളിലാണ് ഈ സ്ഥലം ഉള്ളത്. ഞങ്ങളിവിടെ കറവന്തോട് എന്നൊക്കെ പറയും, മലമ്പ്രദേശമാണ്. തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് ബൗണ്ടറിയാണ്. നിധി നടന്ന് മുന്നിലെത്തിയിട്ടോ. അപ്പൊ നല്ല മൈലേജ് ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ വലിയ മുട്ടിക്കോളൂ. അപ്പൊ ഇങ്ങനെ കയറി പോണം. അപ്പൊ നിങ്ങൾ പോകുന്ന ഇവിടെ 2 വീടുണ്ട് കേട്ടോ. ഞങ്ങൾ പരിചയത്തിലുള്ള രാമസ്വാമിയേട്ടൻ്റെ ചെന്നിപ്പേട്ടൻ്റെ വീടാണ്. ഇവർ രണ്ടാളും ഇവിടെ താമസമുള്ളത്. വേറെ എല്ലാവർക്കും ഇവിടുന്ന് ഫുൾ തോട്ടങ്ങളാണ്. കുറെ ആൾക്ക് ഇവിടുന്ന് വിറ്റിട്ട സ്ഥലം വിറ്റൊക്കെ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നല്ല ആനശല്യം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ കുഞ്ഞോള് കുറെ ദിവസമായി നെല്ലിക്ക പറിക്കാൻ, നല്ല നാടൻ നെല്ലിക്ക പറിക്കാൻ ഞങ്ങൾ പറിച്ചു കൊണ്ടല്ലേ, കുഞ്ഞോള് വരലില്ല. ഓളൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വന്നാണ്. മുകളിലൊരു തോട്ടമുണ്ട്, ഞങ്ങൾ സ്ഥിരമായിട്ട് പറിക്കുന്ന രമേശേട്ടന്റെ തോട്ടം. രമേശേട്ടന്റെ തോട്ടത്തിൽ നിന്നാണ് ഞങ്ങൾ പ്ലാവില വെട്ടലിട്ട്, നമ്മൾ ആടിന്റെ പ്ലാവില വെട്ടുന്നതിന് മുന്നേ വീഡിയോ ചെയ്തു. ഇപ്പോഴും ഇലയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് രമേശേട്ടന്റെ തോട്ടത്തിനാണ്. അപ്പൊ അവിടെ ഒരു നെല്ലിക്ക തോട്ടമായിട്ട് തന്നെ ഉണ്ട്, ഒരു പാറയൊക്കെയുള്ള സ്ഥലമാണ്. അതിന്റെ എൻഡ് ഫോറസ്റ്റും ആണ്, അവരുടെ തോട്ടത്തിന്റെ എൻഡ് കേട്ടോ. നമുക്ക് ആദ്യം ചെന്നിപ്പേട്ടന്റെ വീട്ടിലൊക്കെ കയറിയിട്ട് പറിക്കാനുള്ള കൊട്ടയും ഒരു പായൊക്കെ എടുത്തിട്ട് പോകണം. അടിയിൽ ഒരു ഷീറ്റൊക്കെ വിരിക്കേണ്ടി വരും, ചിലപ്പോൾ അവിടെ നെല്ലിക്കൊക്കെ നല്ല മുകളിലേക്ക് ഉണ്ടാവുക. അപ്പൊ പറിച്ച് താഴേക്കിടന്ന് എല്ലാം കയറിയിട്ട് പറിക്കാൻ നടക്കൂല. അപ്പൊ പായൊക്കെ എടുത്ത് വരെ വീട്ടിലൊക്കെ കയറിയിട്ട് ഒരു കുന്നും കൂടെ കയറണം നമ്മുടെ തോട്ടത്തിലെത്താനേ. നടന്നുകൊണ്ട് അങ്ങനെ പോവാ. നമുക്ക് പാറകളൊക്കെ ഇതാ പറയുക, ഇവിടെ അങ്ങനെ മഴക്കാലത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നടന്നു വരാൻ പറ്റില്ല. അതിലൊക്കെ ഉറവുവെള്ളം വരും കേട്ടോ. മുകളിൽ അങ്ങോട്ടൊക്കെ പാറാണ്, അതിലൊക്കെ ഉറവുവെള്ളം വന്നിട്ട് നല്ല വഴുക്കലായിരിക്കും. നമ്മൾ കൂൺ തെരഞ്ഞ് അധികം വരുന്ന സ്ഥലമാണ് ഇവിടെ കറവന്തോട്. വെള്ളക്കൂണിന്റെ കോട്ടയല്ലേ ഇതിനെ. ഇവിടെ ചെന്നിപ്പേട്ടന്റെയും രാമസ്വാമിയേട്ടന്റെയും തോട്ടത്തിൽ അതുപോലെ നെല്ലിക്ക ഉണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പറിച്ച മരമാണ്. ചെന്നിപ്പേട്ടൻ നാട്ടിൽ പോയി എന്തൊരു കല്യാണ ആവശ്യത്തിന് നാട്ടിൽ പോയി വന്നപ്പോഴത്തേക്കും നെല്ലിക്കാരെ അടിച്ചു മാറ്റി പോയിട്ടുണ്ട്. ഇപ്പൊ രമേശേട്ടന്റെ തോട്ടത്തിൽ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. രമേശേട്ടൻ പറഞ്ഞു ഉണ്ടെങ്കിൽ പറിച്ചോളി, അവർ പറിച്ചു പോയി ഒന്നും അറിയില്ല. അവരൊന്നും തോട്ടം നോക്കില്ല, എന്താ വെച്ചാൽ അത്രയും മുകളിലാണ് ഈ സ്ഥലം. പിന്നെ കാപ്പിയറി സമയത്തൊക്കെ അവർ ഇങ്ങോട്ട് വരുള്ളൂ. ചെന്നിപ്പേട്ടൻ അവസാനമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. തുളസീൻ്റെ അതെന്താ തുളസി ചാകര ഉണ്ടോ നോക്കി, എവിടെ നോക്കിയാലും കരിന്തുളസിയാണ്. ഇവരും ഇവിടെ കാപ്പിയറി സമയത്ത് ഇപ്പൊ വരലുള്ളൂ. വീട് ഇവിടെ ഉണ്ട്, ഇവരൊക്കെ താമസമൊക്കെ അങ്ങോട്ട് മാറ്റിണ്ട്. രാമസ്വാമിയൊക്കെ ടൗൺ പിടിച്ചു ഇപ്പൊ എല്ലാവരും. ഇവിടെ ഒന്നും ആരും നിൽക്കുന്നില്ല. ചെന്നിപ്പേട്ടൻ നമ്മളെ ഭാഗത്ത് വേറെ വീടൊക്കെ എടുത്തിട്ടുണ്ട്. ചെന്നിപ്പേട്ടാ, ചെന്നിപ്പേട്ടുണ്ട്. എന്നിപ്പോ തുടങ്ങല്ലേ. ചെന്നിപ്പേട്ട ഇവിടെ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞ്. വിരുത്തട്ട് എടുക്കണം, കൊട്ട എടുക്കണം. വരി നമുക്ക് ചെന്ന് നോക്കാം. രാസായിട്ട് എത്തിയില്ല, കാണുന്നില്ല. രാസാമിന്റെ ടൗണിൽ പോയതാട്ടോ, എത്തിയിട്ടില്ല. കൊട്ട അവിടെ, അത് കുഴപ്പമില്ല, നമുക്ക് പറിച്ചിട്ട് ആകുമ്പോഴത്തേക്കും കൊട്ട എടുത്തിട്ട് വരാം. രാമസ്വാമിയുടെ ടൗണിൽ പോയതാണ്, ഇപ്പൊ വരുമായിരിക്കും. ടൗണിൽ പോയി കഴിഞ്ഞ് ഇവിടെ എത്താനും കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇത് അവിടെ നിന്ന് അങ്ങോട്ട് മല കാണിച്ചു കൊടുക്ക്. നമ്മളിപ്പോ ഒരു മുകളിലെത്തി, ഇനിയൊരു സെറ്റും കൂടെ കാണുമ്പോൾ അപ്പുറം മല കാണിച്ചിട്ട് അതാണ്ടോ, നല്ല മലകൾ, കുറെ വ്യൂ കാണാം ഇവിടുന്ന്. ഞങ്ങളെ പഞ്ചായത്തും നമ്മളെ വീട് നിൽക്കുന്ന സ്ഥലമൊക്കെ കാണാം, പക്ഷെ കറക്റ്റായിട്ട് മനസ്സിലാവില്ല, അത്രയും ലോങ്ങിലാണുള്ളത്. നല്ല ഭംഗിയാണ്, ഫുള്ള് തോട്ടം, നല്ലൊരു വൈബാണ് ഇവിടെ നിൽക്കാനൊക്കെ. നമ്മൾ ഇതാ കൊട്ടയും ഷീറ്റൊക്കെ തന്നിട്ടുണ്ട് ചെന്നിപ്പേട്ടന്. ഇനി അടുത്ത മല കയറാൻ പോവാ. ഞാൻ ഇതിനടുത്തോ ഇതാ വെള്ളക്കുപ്പി എടുത്തിട്ടുണ്ട്. ഇതാണ് വേണ്ടി വരെ കുറച്ച് അവിടെ എത്തിക്കഴിഞ്ഞാല്. കത്തിരിക്കല്ലേ, എന്താറിയോ മല കയറാൻ പോവാണ്. രാമസായിട്ട് അങ്ങോട്ട് എത്തിക്കോ, നമുക്ക് വിളിക്കാം. അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ പോവാ. എവിടെ ഇവിടുത്തെ പട്ടിയോടെ? പുലിയോ? ഇവിടുത്തെ പട്ടീനെ പുലി പിടിച്ചെന്ന് അറിയണേ. അപ്പൊ ഇന്നാളൊക്കെ വന്നപ്പോ ഉണ്ടായിരുന്നല്ലോ, ഇന്നാളെ വന്നൊക്കെ പട്ടി ഉണ്ടായിരുന്നല്ലോ. പട്ടീനെ പുലി പിടിച്ചെന്ന് അറിയണേ. ഇത് കണ്ടോ, കറണ്ട് ഇവിടെ ചില സമയമൊക്കെ കറണ്ട് പോകും. ഇപ്പൊ കറണ്ട് നമ്മൾ ഇത് ചാർജ് ആക്കുക അല്ലെ. ടോർച്ചല്ല, വലിയ ഹെഡ്ലൈറ്റ് ആണുള്ളത്. സോളാറിന്റെ കേട്ടോ. ഇവിടെ സോളാർ വെച്ച് ഇപ്പൊ കുറച്ച് വെയിലുള്ളപ്പെടുത്ത് വെച്ചതാണ്. ആനന്റെ ശല്യമൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനത്തെ ഒരു ലൈറ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ, പക്ഷെ നല്ല വെളിച്ചം കിട്ടും. ഇപ്പൊ സോളാറിൽ ചാർജ് ചെയ്യാം. ഇപ്പൊ പോലെ ഇനി വേട്ടാ, നിങ്ങളെ തോട്ടത്തിൽ നെല്ലിക്കൊക്കെ ആരെ പറിച്ചോണ്ടേ അല്ലേ? അശോകൻ എന്ന് പറഞ്ഞ വീഡിയോ കേൾക്കണ്ട. അശോകൻ വന്നിട്ട് ഇനി അശോകനല്ല അറിയാം. കഴിഞ്ഞല്ലേ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ എത്ര ചാക്ക് കിട്ടിയതല്ലേ? കഴിഞ്ഞ നമ്മൾ കുറെ ചാക്ക് പറിച്ചല്ലേ ഇന്ന്.
കഴിഞ്ഞ വർഷം ഇതിന് ഞാൻ തന്നെ അന്ന് നമ്മള് വീഡിയോ ചെറിയ ഷോർട്സ് ആയിട്ടില്ല അന്നത്. നമ്മൾ വീഡിയോ ഒന്നും ഇങ്ങനെ കറക്റ്റ് എടുക്കൽ തുടങ്ങിയിട്ടില്ല. ഇഷ്ടം പോലെ നെല്ലിക്കണ്ടായിരുന്നു, ചാക്ക് കണക്കിന് പറിച്ചിന്. അപ്പൊ ഇപ്രാവശ്യം ആ മരം കാലി. പിന്നെ രാമസ്വാമിയുടെ മരത്തിലും ഇവിടെ കുറെ മരം വെട്ടിപ്പറിച്ചു. ഇവിടെ എന്താ അവസ്ഥ ചെന്ന് നോക്കിയാലേ അറിയുള്ളൂ. അല്ല ഇപ്പൊ നമ്മള് പോണ രമേശേട്ടൻ്റെ എന്താ അവസ്ഥ? അല്ല ഞാൻ രമേശേട്ടൻ പറഞ്ഞ പറിച്ചിൽ തന്നെ ഉള്ളു. ഇനിയിപ്പം വെട്ടിപ്പറിച്ചിട്ടുണ്ടോ എന്താന്ന് അറിയില്ലല്ലോ. ഇവിടെയും ചെന്ന് നോക്കിയാലേ അറിയുള്ളൂ. രമേശേട്ടൻ നമ്മള് പെർമിഷൻ എടുത്ത് പറിക്കട്ടെ എന്ന് വെച്ച് അപ്പൊ പറഞ്ഞ ഉള്ളത് എന്താ വെച്ചാൽ പറിച്ചതിന് ഓരോ ഏതായാലും പറിക്കലൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോവാണ്. ഇവിടെ ഞങ്ങളുടെ താഴേക്ക് നല്ല ഇറക്കാണ്. നമ്മളിവിടെ അട്ടൻ ഇട്ട കുഞ്ഞോളെ ഷൂ ഒന്നും ഇട്ടില്ല. എന്നാലും അട്ട കുറച്ച് കുറയില്ല, വെയിലായതുകൊണ്ട് ഫുള്ള് അട്ട ഉണ്ടോ ഇല്ലെന്നൊക്കെ കാൽമ കേറുമ്പോ അറിയാം. എന്നാലും ഇവിടുത്തെ ആദ്യത്തെ അട്ടയാണ് ഉണ്ടായിരുന്നു, മഴ മാറിയില്ലേ. ഇതാ ഇവിടെ ഒരു നെല്ലിക്ക മരം അതാ കാണിച്ചു കൊടുക്ക്. ഇപ്രാവശ്യം പൊതുവെ നെല്ലിക്ക കുറവല്ലേ ഇവിടെ? അതന്നെ, കഴിഞ്ഞ വർഷം റെക്കോർഡ് നെല്ലിക്കയാണ്. ഇപ്രാവശ്യം പൊതുവെ എല്ലാവരും പറഞ്ഞത് അതൊക്കെ കാലിയ നെല്ലിക്ക, ഇതിലൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളെ രമേശേട്ടന്റെ നെല്ലിക്കത്തോട്ടത്തിൽ എത്തിക്കണേ. നോക്ക് ഇവിടൊക്കെ നെല്ലിക്കമാരുണ്ട്. പക്ഷെ നെല്ലിക്കന്റെ തടി മാത്രമല്ല നെല്ലിപ്പെട്ട കൊമ്പൊക്കെ വെട്ടിപ്പോയിക്കണല്ലേ. അപ്പൊ ഇവിടെയും പണി വാളിയുണ്ട്. ഇതാ നോക്ക് നെല്ലിക്കന്റെ കമ്പ് വെട്ടിട്ടൊക്കെ നെല്ലിപ്പെട്ട ഇതാ ഫുള്ള് മരം വന്നിട്ട് പറിച്ചോട്ടെ. പക്ഷെ ഇങ്ങനത്തെ ഒരു പണി ചെയ്യരുത്. നിറച്ചതാ കമ്പ് വെട്ടിയാ പറിച്ചിട്ടുള്ളത്. ആ മരമൊക്കെ നോക്കി നല്ല അത്യാവശ്യം ഉള്ള ഒരു മരം. ഇതൊക്കെ വെട്ടി തെറുക്കൽ തുടങ്ങിയല്ലോ. ഇതൊക്കെ കുറെ മുന്നേ വെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. നെല്ലിക്ക ചെറുതാകുമ്പോ തന്നെ ഇതിലൊക്കെ നല്ല നെല്ലിയുള്ളതാ. നെല്ലിക്കമരം ഈ കാട്ടുമാവിന്റെ മരം ഒന്നും വെട്ടാൻ പാടില്ല. അതൊക്കെ പിന്നെ ഉണ്ടാക്കിയിട്ട് കുറെ സമയം എടുക്കും. ഇതൊരു നെല്ലിമരാണ്. അടുപ്പിച്ച് നെല്ലി തോട്ടാ. നെല്ലിക്ക മുകളിൽ കുറച്ചിട്ട് കാണുന്നുണ്ട്, നിങ്ങളെ കിട്ടുമെന്നറിയില്ല. അത് ആ മരത്തിൽ കാണിച്ചു കൊടുക്കുക. അത് കണ്ടോ സൂം ചെയ്താല് മുകളിൽ കയറി കാണാം. എല്ലാത്തിനും മുകൾ ഭാഗത്ത് കുറച്ചുണ്ട്, കാണുന്നുണ്ടോ? ഇതിൽ കണ്ടോ? അത് ആ മരത്തില്. അതൊക്കെ ഇങ്ങനെ പിടിച്ച് കിട്ടണം. എന്താ വെച്ചാൽ മുകളിലുള്ള അടിയൊക്കെ പറിച്ച് മാത്രമല്ല കമ്പും വെട്ടിയിട്ട് വലിയ വലിയ കൊമ്പുകളെ വെട്ടിയിട്ടില്ലേ. ഇതിവിടെയൊക്കെ ഉണ്ട്. പിന്നെ അത് മരം, എത്ര മരം നോക്ക്, അടുപ്പിച്ച് മരമല്ലേ. ഫുള്ള് പാറയൊക്കെയുള്ള സ്ഥലം. ഇത് അടുത്ത മരം. ഇവിടെ കുറച്ച് ഇതിന് എന്താ താഴെ കുറച്ചുണ്ട്. ഈ കമ്പ് കാണിച്ചത് ഇതാണ്ടോ, കണ്ടോ? നടന്നിട്ട് എല്ലാത്തിനും ഉണ്ടോ? ഇതിലൊക്കെ എല്ലാത്തിനും പറഞ്ഞില്ലേ നല്ല നെല്ലിക്ക ഉണ്ടായിരുന്നു. ചക്ക വെട്ടിപ്പറിച്ചു പോയിട്ടുണ്ട്. നോക്ക് ഇതാണ്ടോ വെലുപ്പല്ല നെല്ലിക്ക ഒക്കെ പറിച്ചു കണ്ടോ. നല്ല അത്യാവശ്യം നല്ല ഒരു കയ്പൂരി അത്യാവശ്യം പുളി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അത് പറിക്കേണ്ടത്. പക്ഷെ നേരത്തെ വന്നിട്ട് ചോദിക്കാതെ കട്ടുണ്ടോ എന്ന്. അതൊക്കെ ചെന്നിപ്പെട്ടൊന്നും അതിന് വിറകൊക്കെ കാഞ്ഞെടുക്കുന്നു. ഉണങ്ങിക്കണില്ലേ വിറകൊക്കെ? എന്താ ചെയ്ത് കുറെ ഇതൊക്കെ കണ്ടോ, ഒക്കെ നെല്ലിക്കന്റെ കമ്പ് വെട്ടിപ്പറിച്ചതാ. ഞങ്ങൾ ഇതിനൊക്കെ പറിക്കുകയാണ് ഇതിന് മാക്സിമം മുകളിൽ കയറി കയറൊക്കെ ഇട്ട് അത്രയും നമ്മൾ കണ്ണിമാങ്ങിയൊക്കെ പറിക്കുന്നത് ശ്രദ്ധിച്ചേ പറിക്കുള്ളൂ. എത്ര മരം? 1 2 3 4 5 6 7 8 9 10 11 മരം ഈ ഒരു ചുറ്റുവട്ടം തന്നെ ഉണ്ട്. നല്ല പാറ കേട്ടോ. ഇവിടുന്ന് ആ മല കാണിച്ചു കൊടുക്കുക, കറുവന്തോട് മല അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. മല കാണണമെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങോട്ട് പോവാ. വ്യൂ പോയിന്റ് പോകണം. വ്യൂ പോയിന്റ് ഇവിടെയാണ് ഈ സ്ഥലത്തിന്റെ. ഇവിടുന്ന് താഴേക്ക് വീണാല് അതാ നമ്മളെ പീക്കിലേക്ക് താമസിക്കുന്ന ഏകദേശം ആ ഭാഗത്താട്ടോ. ഒലക്ക മലയെന്ന് വരല്. ഒലക്ക പറയില്ലേ കാട്ടുനായ്ക്കലാണ് ഓല് നിൽക്കുന്നത്. ഏകദേശം ആ ഇതിന്റെ ബൗണ്ടറി ആയിട്ടുള്ള സ്ഥലത്താണ്. ഗവൺമെന്റ് കൊടുത്ത സ്ഥലം തന്നെ കേട്ടോ അവർക്ക്. നല്ല കട്ടിങ്. അതാ പറഞ്ഞ വ്യൂ പോയിന്റ് ആണ്. അങ്ങോട്ടൊക്കെ മലയല്ല. ഇവിടെ കാപ്പി പറിച്ചു കഴിഞ്ഞാൽ കാപ്പിയൊക്കെ നേരെ താഴ്ത്തും. കുറച്ച് റിസ്ക്കാണ്. നമ്മളെ പോലത്തെ നേരത്തെ സ്ഥലങ്ങളൊന്നുമല്ല. പാറ നോക്ക്, ഇഷ്ടം പോലെ ഇരിക്കാൻ ഇഷ്ടം പോലെ പാറകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കണ്ടുവന്നാ ശരിയാവില്ല. ഇതിനെ നമ്മളെ പണി തുടങ്ങാം. അപ്പൊ ഇതിന് കിട്ടിയോ? ഇതാ ഉദ്ഘാടന കുഞ്ഞുങ്ങളെ കടിച്ചിട്ടുണ്ട് അട്ട. എടുക്കെടുക്ക അട്ട ഇഷ്ടം. ഞാൻ നമ്മൾ ഇത് ഒഴിവാക്കാതെ മല കയറുമ്പോഴൊക്കെ ഒരിക്കലും ഈ ചൂടലും ഇത് സേഫ് ഒന്നല്ല. എന്നാലും അത് എടുത്തിട്ടെന്താ അട്ട കയറും. കുറച്ചുകൂടെ പിടുത്തുള്ള ചെന്നിപ്പെട്ടൊക്കെ അങ്ങനത്തെ ഷൂ കിട്ടാവുന്നില്ലേ, ഓൽക്കിത് അറിയാം. പിന്നെ ഇതിന് നമ്മളെ ചാക്കൊക്കെ കെട്ടിയിട്ടുണ്ടല്ലേ. ഈ ചാക്കിനൊക്കെ ഉള്ള ഇറങ്ങി യൂറോപ്പിലേക്ക് എത്ര തോന്നുന്നു അത്രയും മുകളില് കള്ളന്മാര് ബാക്കി വെച്ചേണ്ടില്ലേ, ആർക്കും കയറാൻ പിടിക്കാൻ പറ്റാത്തത്. വെട്ടിയതാ. ഇത് ഉണങ്ങിയിട്ടുണ്ട്, പച്ച തന്നെയാണ്. ഇതാണ്ടില്ല അത്രയും വെട്ടിയിട്ടുണ്ട്.
ഇതിനെ കയറി തുടങ്ങിക്കോ, എന്നിട്ട് നമുക്ക് എടുക്കട്ടെ വീഡിയോ ഒക്കെ കുറച്ച് മുകളിലെത്തിട്ട്. ഇവിടെ കുറച്ച് നല്ല വലിയ നെല്ലിക്കണ്ടോ നിങ്ങളെ തുടക്കത്തിൽ. അതിന് ഈ സമയം ആവണം. ഞാൻ പറഞ്ഞ നെല്ലിക്ക ഇവരൊക്കെ ഈ നായക്കരൊക്കെ തന്നെ മലയിൽ നിന്നൊക്കെ വേഗം പറിച്ചു കൊണ്ടുവരും മൂപ്പാവാതെ. ശരിക്കും ഡിസംബർ മാസം ആണല്ലോ ജനിപ്പ നല്ല മൂക്കണമെങ്കിൽ. നമ്മളെല്ലാ വർഷം ചെയ്യണം അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചെയ്യാന്ന് വെച്ച് നിർത്തിയതാണ് രാമസ്വാമിയുടെ ചെന്നിപ്പൻ്റെ അടുത്ത് മരം. അത് പിന്നെ എല്ലാവരും എന്താ ചൊറിയുന്നു, അത് അരച്ചാമ്പി പോയി. ഇതും കേറിയിട്ട് താഴത്തെ കൊമ്പന്നെ അതിൽ കുറച്ച് നെല്ലിക്കണ്ട്. താഴെ ആയിട്ട് പോലും വിട്ടുപോയത് കുറച്ച് റിസ്ക് ആണ് ഇത് പറിക്കാൻ കേട്ടോ, അതുകൊണ്ട് ഇട്ട് പോയതാ. ആ ചെറിയ കൊമ്പൊക്കെ പൊട്ടാണെങ്കിൽ പൊട്ടിക്കോണേ, നമ്മള് വലുതൊന്നല്ല പൊട്ടിക്കുന്നത്. പക്ഷെ ആ അത്യാവശ്യം കൂടുതലായിട്ടുള്ള നെല്ലിക്ക ഇല്ല അവിടെയും ഇവിടെയൊക്കെ ആയതുകൊണ്ട് ഒരു കാണാനൊരു ഭംഗി കുറവുണ്ട്. പക്ഷെ പറിച്ചാക്കണം. ഇത് വേണമെങ്കിൽ നമുക്ക് അടിച്ചിടാൻ ഇതിനെ ലാസ്റ്റേ. ഇപ്പൊ കൈയേറ്റ് കിട്ടുന്ന പറിച്ചിട്ട് അല്ലാത്ത നമുക്ക് ഇതാ ഷീറ്റ് വിരിക്കാം. ഏത് ഭാഗത്തൊക്കെ വിരിക്കേണ്ട അറിഞ്ഞാൽ ഞാൻ വിരിച്ചത്. ഇങ്ങനെ പോണത് മുകളിലുണ്ട് എന്തായാലും. ഇതിന് മരം കേറാൻ അറിയാത്ത കള്ളനാ, അതുകൊണ്ടാണ് ഇതാ തോട്ടിയൊക്കെ ഉണ്ടില്ലേ. ഇതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചതാ. ഇത് വെച്ചാ പറിക്കുന്നതുകൊണ്ട് അത് നമുക്ക് ഉപകാരമായി. അടിച്ച് കൊയ്ക്ക് അങ്ങനെയൊക്കെ നമുക്ക് ഷീറ്റ് വിരിച്ചിട്ട് പറിക്കുമ്പോൾ എളുപ്പമായി. പിന്നെ ഇതൊക്കെ ഒരു രസമാട്ടോ. ഞങ്ങൾ ഇത്ര റിസ്ക് എടുത്തിട്ട് ഇതിനൊക്കെ വരുന്നത് ഇങ്ങനെ നെല്ലിക്കായി ഇതാക്കാൻ മാത്രമല്ല, മീൻപിടുത്തം, മലകയറ്റം, ഇതൊക്കെ ഇതിൻ്റെ എനിക്കും ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് ചിലപ്പോൾ ഒന്നും കിട്ടുമെന്നില്ലെങ്കിൽ പോയി ഞങ്ങൾക്ക് അതൊന്ന് കയറിയാൽ സമാധാനമാവുള്ളൂ. കുറച്ചും കൂടെ നേരത്തെ ഞങ്ങൾ വരുവേനു, പക്ഷെ ഓരോ തിരക്ക് കാരണം ഇന്നിപ്പം ഇതിന് വയറുവേദന എന്നൊക്കെ പറഞ്ഞ് പണി ലീവാക്കിയ ആളാ. നെല്ലിക്ക പറിക്കുക, നെല്ലി മീൻ പിടിക്കാറുണ്ട്, ഇതിന് വയറുവേദനയൊക്കെ എങ്ങോട്ടാ പോകും. അങ്ങനെ ഇറങ്ങിയതാ. ഇതിന് പറഞ്ഞ വീഡിയോ ഒന്നും ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഏട്ടൻ ഇതിനും കൂടെയാണ് ഇന്റർലോക്കിന്റെ പണിക്കൊക്കെ പോകുന്നത്. അവൻ എല്ലാത്ത സമയത്താണ് നമ്മുടെ അടുത്ത് വരല് കേട്ടോ. അപ്പൊ ഏട്ടൻ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വയറുവേദന ആക്കി ലീവാക്കിയിട്ട് നെല്ലിക്ക പറിക്കുന്നത്. അവൻ നമുക്ക് പറിക്കുന്ന സ്ഥലം വീഡിയോ ഒക്കെ ഏട്ടൻ കണ്ട പണിയാണെന്നൊക്കെ പറഞ്ഞത്. അവിടെ നിന്നൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ നല്ല വലുപ്പമുണ്ടല്ലടാ നെല്ലിക്ക അങ്ങോട്ട് കണ്ടോ, തെളിഞ്ഞിട്ടുണ്ട്. അതായത് ഇതാണ് മാക്സിമം വലുപ്പം. ഈ നാടൻ നെല്ലിക്കൻ്റെ വലുപ്പമൊക്കെ ഇത് തന്നെ കേട്ടോ, ഇതിലും വലുതൊന്നുമില്ല. പിന്നെ കടയിൽ നിന്ന് നെല്ലിക്ക വാങ്ങിക്കാനൊക്കെ ഇഷ്ടംപോലെ കിട്ടും. പക്ഷെ ഈ ഒരു ഗുണം കിട്ടണമെങ്കിലേ ചെന്നിപ്പറ്റ ഒരു ലോഡ് വിറക് ഇപ്പം ഉണ്ടാക്കും. അത് ഏറ്റണമെങ്കിലാണ് പണി. ഇറക്കായതുകൊണ്ട് കെട്ടി അങ്ങോട്ട് തള്ളിവിടാം. ശരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് വീഡിയോ കുറച്ച് ലെങ്താണ്. പക്ഷെ എന്താ അറിയോ, ഇതൊരു പ്രത്യേക രസമാണ്. ഇവിടെ വരണം ഈ ഒരു വൈബൊക്കെ കിട്ടണമെങ്കിൽ. ഇവിടെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനും അങ്ങനെ എല്ലാത്തിനും പറ്റിയ നല്ലൊരു സ്ഥലമാണ്. വെള്ളം ഉണ്ട് കേട്ടോ, വെള്ളം മലയിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഇവരൊക്കെ ഓസിട്ടാണ് വെള്ളം പിടിക്കുന്നത് കേട്ടോ. മലയിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വെള്ളത്തിന് അത് കാണിക്കാൻ കുറച്ച് മുകളിൽ പോകണം. ഓസ് കാണാം, പക്ഷെ വെള്ളം വരുന്നത് കുറച്ച് മുകളിലാണ്. ഇപ്പോഴും വെള്ളമൊക്കെ ഇറച്ചിട്ടില്ല ചെന്നിപ്പേട്ടാ ചെവി കുറച്ച് പുറകിലാണോ? വെള്ളേ മലയിൽ നിന്ന് വരുന്ന മുകളിൽ നിന്നല്ലേ മേലെ നോസിട്ട് അങ്ങോട്ട് പോണി കുറെ പോണോ? 700 മീറ്റർ അത്രയും ദൂരത്തിനാണ് വെള്ളം വരുന്നത്. ഇവര് ഓസിട്ടിട്ടാണ്. നല്ല തണുപ്പുള്ള ഫ്രഷ് വെള്ളം എപ്പോഴും വെള്ളം വന്നു കൊടുക്കും കേട്ടോ. ഏത് വേനലിൽ ഇവർക്ക് വെള്ളം കിട്ടും. പക്ഷെ ഇടയ്ക്ക് അവിടെ ഓസ് അടയുമ്പോഴൊക്കെ അങ്ങോട്ട് മുകളിൽ കയറി പോകണം. വേനലാകുമ്പോൾ ഇലയൊക്കെ വന്നിട്ട് ഇങ്ങോട്ടൊക്കെ താഴെ നെല്ലിക്ക ഒഴിഞ്ഞത് അടിപൊളി നെല്ലിക്ക ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അതൊക്കെ ഓനെ കയ്യിൽ നിന്ന് മിസ്സാവണ നല്ല പരമാവധി വലുപ്പായിക്കുണ്ടോ നെല്ലിക്ക. എവിടെയൊക്കെ ഉണ്ട് നമ്മളെ കൊടുത്ത ഷീറ്റ് ഇനി അങ്ങോട്ട് ഇതാക്കണം കേട്ടോ. കയ്പ് എന്ന് പറഞ്ഞ സാധനമില്ല, പുളിയാണല്ല. എടാ എവിടെ? ഈ സൈഡ് അല്ലേ? ഇത് വലിയ ഷീറ്റാണല്ലോ. കാപ്പി ഉണക്കാനൊക്കെ ഇടുന്ന ഷീറ്റാ. ഇത് കിട്ടിയാ നന്നായി. ആണെങ്കിൽ പെറുക്കി എടുക്കണ്ട. ഇനിയും പറിക്കുന്ന മാത്രം നമുക്ക് ഇതുപോലെ കണ്ട് വിരിച്ചു വെച്ചാൽ. പിന്നെ ഇതിനെ ആ സൈഡിലുള്ള ഒന്നും കൈയേറ്റ് പറിച്ചെടുക്കാനില്ല, കുലിക്കുക. അതായിരുന്നു. കുറെ ഷീറ്റിലുണ്ട്, കുറെ പുറത്തുണ്ട്. എന്നാലും വീണ്ടും ഷീറ്റില് അല്ല ഇന്നാലും ഇവിടെ വീണാൽ പെറുക്കിയെടുക്കാൻ സുഖം. നല്ല കാണുന്നുണ്ട്. പുല്ലൊക്കെ കഴിഞ്ഞതാ. എന്താ നെല്ലിക്ക നോക്കി, നെല്ലിക്ക ചിലപ്പോ നോക്ക് തലയിൽ വീണാലേ. നെല്ലിക്ക വീണാലും മതി.
കുറച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഓന് കിട്ടാത്തതൊക്കെ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ ഷീറ്റ് പിടിച്ചു കൊടുത്താ പോരാ. നെല്ലിക സൂപ്പർ നെല്ലിക. ആ വലിപ്പുണ്ട്. കൊല താഴുന്നുണ്ട്. കൊല എടാ തല പോയിനു. ഇതിങ്ങനെ ഒന്നാ ആരോ വടി എടുത്ത് എറിഞ്ഞ വെച്ച വടിയുമ്പോ ലോക്കായി പോയതാ. ഇപ്പൊ ക്യാച്ച് പിടിച്ചൊക്കെ അടിയാവും. ക്യാച്ച് നിർത്തി അത് കിട്ടൂല. താഴത്ത് മുതല് കൊലയായിട്ട് എടുത്ത് കാണിക്കാന്ന് പറഞ്ഞിട്ട് പെറുക്കട്ടെ. ചെന്നിപ്പെട്ടാ കാണുന്ന ഇപ്പൊ തന്നെ പെറുക്കിട്ടാല് സംഭവം ഇതിന് ഇത് കൊണ്ടുപോകാൻ മറന്നുപോയി. ആവേശത്തിൽ കേറിപ്പോയിട്ട് അത് മറന്നുപോയി. ഇനിയിപ്പോ കയറി ഞാൻ കുറച്ച് മേലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഇത് രാവിലെ നെല്ലിക്ക് ഇനി ഓനക്ക് ഇറക്കണം. ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തൂക്കി പിടിച്ചിറക്കല്ല. എടാ കുറച്ചിങ്ങോട്ട് ഇറങ്ങടാ, കുറച്ചിങ്ങോട്ട് ഇറങ്ങി. ഷൂട്ട് കേറാനൊക്കെ പറ്റും. നെല്ലിമരത്തിൽ കേറാനൊക്കെ സുഖ. കൊമ്പിന് ചെന്നിപ്പെട്ട് പറഞ്ഞ ഉറപ്പ് കുറവേക്കും പൊട്ടും. ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ടാണ് ശരിക്കും ഇത് പറിക്കേണ്ടത്. എളുപ്പത്തിൽ കൊമ്പ് വെട്ടിപ്പോവാണെങ്കിലേ ഒരു ദിവസം കൊണ്ട് നെല്ല് കഴിയും. എടാ ഇന്നടാ ഓനിപ്പോ അവിടെ പറിച്ചോണ്ട് നിൽക്കുക. ഞാൻ ഇപ്പൊ മേലക്ക് ഇതാക്കിയപ്പോ കിട്ടണൊക്കെ പറിച്ചോ. റിസ്കുകൾ നമ്മള് ഇതിനും കണ്ണിമാങ്കൊക്കെ അല്ലേ. കണ്ണിമാങ്ക് സായൂജ് ശരിക്ക് സൂപ്പർ വീഡിയോ ആയിരുന്നൊക്കെ കണ്ണിമാങ്ക് പറിക്കണൊക്കെ. അല്ല ഇത് കയറാ എറിയാൻ നല്ല മേലെ കയറാണ്. കേറാൻ പറയാൻ നല്ല സുഖം. താഴ്ന്ന് കേറിയുന്നോ. ചെന്നിപ്പേട്ടന്റെ കോച്ചിങ്ങിലാണ് ഞങ്ങള് മരം കയറ്റം. എവിടെ അത് കണ്ട സംഭവം എടുത്താണ്, പക്ഷെ നിക്കാൻ കഴിയില്ല. കുലുക്കി തരാ. അത് ഇതിന് ലാസ്റ്റ് അടിച്ചിടാറിട്ട് കേറിയപ്പോ തന്നെ കണ്ടത്. നമ്മളെ തുടക്കത്തിൽ കണ്ടില്ലേ. കുലിക്കട്ടെ. ഇതാ ഒക്കെ താഴെ ഉണ്ട്. മൂത്ത് ഇല്ല, രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഇവിടെ വലുതുണ്ട്. ആ വീണ വരെ കുലുക്കും. ഇല്ല, ഞാൻ കണ്ട വലുത് വീണ്ടില്ല. വീണ്. ഇതിനതാ നമ്മളെ ചാക്കിറക്കുണ്ട്. ഇന്നാളൊക്കെ നമ്മള് ചാക്കിറക്കുമ്പോ എത്രയും കഴിഞ്ഞപ്പെട്ട ഒരു ചാക്കില് ഇത് ഇതാട്ടോ എന്ത് ഇതേ പെറുക്കിയത് നമ്മൾ മാറണ്ട അല്ലേ. ഇതിങ്ങനെ വെക്കട്ടെ. എന്താ പറയാ, പെറുക്കിയത് പറഞ്ഞാല് നിലത്ത് വീഴാത്തല്ലോ. ഇത് നമ്മളെ വൈൻ ഉണ്ടാക്കാനൊക്കെ അതെടുത്തിട്ട് ഉപ്പിലിടാനൊക്കെ ശരിക്കും ഇതെടുക്കാനോ. വൈനിടാൻ കുറച്ച് നിലത്ത് വീഴാനും കുഴപ്പമില്ല. ഉപ്പിലിടാൻ നെല്ലിക്ക സൂപ്പർ നെല്ലിക്ക. കയറ് പോട്ടെ, നേരോട്ട് പോട്ടെ. കുറച്ച് കുറച്ചായിട്ട് ഇറക്കുന്നെന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇതും തൂക്കി പിടിച്ച് നടക്കാൻ കഴിയില്ല. നടക്കാനല്ല, ഇങ്ങനെ ഒരു കൊമ്പ് അടുത്ത കൊമ്പിലോട്ട് പോകാൻ കഴിയില്ല. ഇനിയുള്ളത് കണ്ടില്ല, ഏറ്റവും മുകളിലുണ്ട് കുറച്ച് നെല്ലിക്ക തന്നെ ഇവിടെ. നല്ല നെല്ലിക്ക നമുക്ക് പറ്റുന്നതായിക്കോട്ടെ. എല്ലാത്തും ഇങ്ങനെ ഷീറ്റിലേക്ക് അടിച്ചിടാം. അപ്പൊ ഞങ്ങളേ ഇതിങ്ങനെ ഒരു നെല്ലിക്കമരായിട്ടുള്ളൂ. ഇങ്ങനെ 5-6 നെല്ലിക്ക എന്നൊക്കെ പറിച്ച് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പൊ പറ്റുന്നത് കാണിക്കുക, അല്ലാത്തത് മതിയാ ഞാൻ പറിച്ച് തീർക്കട്ടെ. കുഞ്ഞോളവിടെ കുട്ടി മോനവിടെ കരയുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകും വേണം. മോനെ എല്ലാം പാലൊക്കെ കൊടുത്ത് ഉറക്കിയിട്ട് എല്ലാം കൂടി പോകുന്നതാ. ഇനി ഇവിടുന്ന് അങ്ങോട്ടേ പറയാം 4 കിലോമീറ്റർ നമുക്ക് അങ്ങോട്ട് എത്താനെല്ലാം ഉണ്ട്. വേഗം പറിക്കട്ടെ. ഇതൊക്കെ പെറുക്കിയെടുത്താണ്. പക്ഷെ വലിയ പ്രശ്നമൊന്നും പറ്റുന്നില്ല കേട്ടോ. നല്ല പുല്ലിലേക്ക് ഇങ്ങനെ വീണോണ്ട് നിധി നോക്കി ആ മരത്തുനിന്ന് തൊട്ടടുത്തുള്ള മരത്തിൽ കയറിയുണ്ട്. നമ്മള് കവുങ്ങുന്നൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കയറുന്ന പോലെ. കിട്ടൂലല്ലോടാ? കിട്ടുവോ? കയ്യേറ്റ് കിട്ടുമോ? അതാ കുറച്ചും പറക്കിണ്ട്. എല്ലാത്തൊക്കെ ഞങ്ങള് ഷീറ്റ് തിരിച്ചിട്ട് ഞാൻ കുലുക്കുക. അല്ലെങ്കിൽ ഇത് പെറുക്കിയതാ. പെറുക്കി നമ്മൾ വേറെ തന്നെ വെക്കുന്നുണ്ട്. പെറുക്കിയതായിരിക്കും കൂടുതൽ കേട്ടോ. പെറുക്കി പറഞ്ഞാല് താഴേക്കിങ്ങനെ വീണതായിരിക്കും കൂടുതൽ. അങ്ങനെ ഡാമേജ് ഒന്നുമില്ല. വൈകുന്നതാ നല്ലത്. അച്ചാറിടാൻ നമ്മള് നിലത്തിനകത്ത് വേറെ എടുക്കുന്നുണ്ട്. നിലത്തില്ലാത്ത കിട്ടാനേ നമ്മൾ അങ്ങനെ എല്ലാം ഒഴിവാക്കിയതിന്റെ ലാസ്റ്റേ ഉള്ളൂ. അതപ്പോ പിടിക്കുന്ന മുമ്പ് നോക്ക് ഇങ്ങോട്ട് നടി. ഇവിടുന്ന് കറക്റ്റ് കിട്ടുന്നുണ്ട്. കിട്ടണ ഇതിന്റെ ഇല, ഇതിന് കുറച്ച് ഇല കൂടുതലാണോ. അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അവിടെ കാണുന്നുണ്ടാവില്ലാണ്ടോ. ഒരു കൊമ്പ് ഇങ്ങനെ വളച്ചു പിടിച്ചിട്ട് പറ്റുന്നൊക്കെ പറയും. ഇത് കുറച്ച് ചെറിയ നെല്ലിക്കല്ലടാ. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഒന്ന് സാമ്പിളിനുണ്ട്. ഓരോന്നോരോ ടേസ്റ്റ്. മറ്റേ നല്ല കുഴപ്പമില്ല. ഇട് കേട്ടോ. ഈ ഇടയ്ക്കാച്ച് അയ്യ ഇത് കയ്പാ.
അല്ലേ പറിച്ചോ? നെല്ലിക്ക കയ്പണ കയ്പ ഗുണം കൂടുതൽ കയ്പിനാണ് അല്ലേ? ചെന്നിപ്പേട്ട മുണ്ടുക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കയ്പാ കുഴപ്പമില്ല. ഞാൻ പറിച്ചോ? മിക്സ് ചെയ്തടാ കയ്പും പുളിയൊക്കെ വരട്ടെ. പക്ഷെ ഫസ്റ്റത്തെ നല്ല പുളിയായിരുന്നു. അതാ വലിപ്പമുള്ള നെല്ലിക്കമല്ലേ. നമുക്ക് ഇഷ്ടം പോലെ നെല്ലിക്ക കണ്ടിട്ട് കയറിയതാണ്. ഞാൻ വെച്ചത് ചെറിയ ഐറ്റാണ്. നോക്കുമ്പോൾ ഇത് പുഞ്ച നെല്ലിക്ക ഉണ്ടാകുന്ന കേട്ടോ. ഇനി വേനലിൽ കുറച്ച് നെല്ലിക്ക കിട്ടും. നമുക്കൊരു മാർച്ചൊക്കെ ആകുമ്പോൾ നല്ല, ആരും പറിച്ചിട്ടില്ലെങ്കിൽ മാർച്ചിലൊക്കെ നമുക്ക് നല്ല നെല്ലിക്ക ഉണ്ടാവും. കഴിഞ്ഞ വർഷം നമ്മൾ പറിച്ച അങ്ങനെ നെല്ലിക്കന്റെ വീഡിയോ ഇട്ടിരുന്നു. അത് ഇപ്പോഴും ഉണ്ട് ഉപ്പിലിട്ട വീട്ടില്. കണ്ടോ പൂ ഉണ്ടാവും നോക്കതാ. ഇവിടെ ഇഷ്ടം പോലെ പൂക്കളുണ്ട്. ചെറിയ പൂക്കള് അതുകൊണ്ടോ. ഇതാ തൊട്ടത് ഇതുമ്മ പോവാ കണ്ടോ. നെല്ലിക്ക നമുക്ക് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത ചെറിയ ഐറ്റാന്ന് വിചാരിച്ചു. ഒന്ന് പറിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെ കടിച്ചാലേ ആടാ കുരു ഉറപ്പൊന്നുമില്ല, എല്ലാ കയ്പുവാ. അപ്പൊ നമുക്ക് രമേശ് ചേട്ടനോട് പറഞ്ഞിട്ട് ഇതിന് ആളെ കാവൽ നിർത്തിയിട്ട് നമുക്ക് ഒരു ഏപ്രിലൊക്കെ ആകുമ്പോൾ വിഷു ഒക്കെ അടുപ്പിച്ച് വന്നാണ്ടല്ലോ. വിഷു ഒന്നും വേണ്ട, ഇതൊക്കെ ഒരു മാർച്ച് ആകുമ്പോഴത്തേക്കാവൂല്ലേ ശനിപേട്ടാ? ഇതിന്റെ ചാക്ക് വീണു പോയല്ലോ താക്ക്. അഴിഞ്ഞു പോയതാ. മലയൊക്കെ നല്ല കാണുക. ഞാൻ പീക്കിന്റെ കൂടെ അങ്ങനെ തേൻ എടുക്കാൻ പോയത് ആ മൂലയിൽ അങ്ങോട്ട് കാണും. ഇവിടെ നിന്ന് കാണൂല. ഞാൻ മലയായിട്ട് കാണാം, പക്ഷെ ആ സ്ഥലം കറക്റ്റ് കാണില്ല. ഇനി നമ്മൾ പോവാ. ഇപ്രാവശ്യം എന്തായാലും നമ്മള് വിഷു കഴിഞ്ഞ ഉടനെ തേനെടുക്കാൻ ഫോറസ്റ്റിലോട്ടൊരു യാത്ര. വീഡിയോയിൽ ഫോറസ്റ്റിലോട്ടൊക്കെ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഫോറസ്റ്റുകാരെ ഒന്ന് പൊക്കുമെന്നറിയില്ല. താഴെ ചാടി ആയിട്ടില്ല, നല്ല കയ്പ. ഇപ്പൊ പറിച്ച നെല്ലിക്കേ വേറൊരു നിറം കേട്ടോ. അങ്ങോട്ട് ഒരു ചോപ്പ് കാണുന്നുണ്ടോ? പച്ചയല്ല ചോപ്പ് നിറം, ഒരു ലൈറ്റ് ചോപ്പ് നിറം. പുളിയും കയ്പും സമാസമം, ഓരോന്നോരോ മോഡലാ. ഫസ്റ്റില് നല്ല പുളി, അത് നല്ല പുളി. രണ്ടാം പറിച്ച കയ്പ്, ഇത് പുളിയും കയ്പും ഉണ്ട്. ഇതാണ് നല്ല ചോപ്പ് നെല്ലിക്ക. ചോപ്പ് പറഞ്ഞാല് ലൈറ്റ് നിറം അല്ലേ. വൈൻ അച്ചാറിടാന് വൈന് ഇങ്ങനത്തെ പറ്റൂല്ലേ? അത് കൊട്ടേക്കട. അച്ചാറിടാനാണ് നമ്മൾ നിലത്തിടാതെ പറിക്കണ്ടല്ലേ. കുലുക്കി ചാടിക്കണ്ട നിധി, നല്ലൊന്ന് പെറുക്കാണ്ട്. അങ്ങനെ കഴിയുള്ളൂ. നമ്മൾ മൂപ്പായ നെല്ലിക്കയുടെ ലാസ്റ്റ് പറയാട്ടോ. മറ്റേലൊക്കെ ഉണ്ട് പുഞ്ച നെല്ലിക്കാണ്. ഇതിനെ കുലിക്കോ. ഇത് കുറച്ച് ചെറിയ ഐറ്റാണ്, എന്നാലും മൂപ്പായതാട്ടോ. ഈ ഒരു കൊമ്പിൽ മാത്രമേ ഉള്ളൂ. ഇതാ നമ്മളെ പായൽ വീണുണ്ടില്ലേ, കുറച്ചല്ലേ ഇത് ചെറിയതാട്ടോ. വലുപ്പല്ലിൽ മൂപ്പുണ്ട്, നെല്ലിക്ക മൂപ്പുണ്ട് ചെറിയ. അപ്പൊ ഈ മരത്ത് കണ്ടില്ലേ, ഇതുപോലെ ഇത്തിക്കണ്ണി ഉണ്ടാവും. നമ്മൾ അരിനെല്ലിക്കയിലൊക്കെ ഉണ്ടായിരുന്നു ഇത്തിക്കണ്ണി. അങ്ങനെ വെട്ടി ഒഴിവാക്കി. അപ്പൊ നമുക്ക് മറ്റുപോലെ എന്തോ ചെയ്തോട്ടെ, നമുക്ക് എന്തായാലും ഈ മരമൊക്കെ അടുത്ത വർഷമൊക്കെ വേണം. ഇതിന് ഇത്തിക്കണ്ണി ഒന്ന് വെട്ടിക്കാം കേട്ടോ. കത്തി വരുന്നുണ്ട്. ഇത്തിക്കണ്ണിയുള്ള ഭാഗം കൊമ്പിട്ട് വെട്ടി ഒഴിവാക്കാം. ഇത് ഇങ്ങനെ കയറി പിടിച്ചിട്ട് ഈ കൊമ്പിന് ഉണക്കുണ്ട് പറഞ്ഞ് അത് അങ്ങോട്ടൊക്കെ ഉണക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നെല്ലിക്ക പറിച്ചാല് നമുക്ക് എല്ലാ വർഷവും ഒരേപോലെ നെല്ലിക്ക ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ആദ്യം കാണിച്ച മരത്തിലൊന്നും തീരെ നെല്ലിക്ക ഉണ്ടാവില്ല, എന്ന് വെച്ചാൽ നല്ല വെട്ടിയിട്ടുണ്ട്. അങ്ങനെ വെട്ടിക്കഴിഞ്ഞാല് ഈ നെല്ലിക്ക ഒന്നും പിന്നെ തെഴുത്തുണ്ടായി പിറ്റത്തെ 2-3 വർഷം കഴിയണം ഒന്നായ്മ കൊമ്പായി വരണമെങ്കിൽ തന്നെ. കത്തി വരട്ടെ. അതും കൂടെ വെട്ടിയിട്ട് നമ്മൾ പറി നിർത്തി കുറച്ചുകൂടെ നമുക്ക് പെറുക്കാനുണ്ട്. അതും കൂടെ പെറുക്കിയിട്ട് നെല്ലിക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് സമയമായിട്ടുണ്ട് ഉണ്ട്. അത് പറി നിർത്തി കുറച്ചുകൂടെ പറയല്ല പെറുക്കിയെടുക്കാം. അപ്പൊ ഞെഞ്ഞപ്പേട്ടൻ അവിടെ ഇവിടെ കിട്ടുന്നൊക്കെ പെറുക്കിയെടുത്ത് വരുന്നുണ്ട്. ഷീറ്റുകളൊക്കെ കഴിഞ്ഞ് ഇതാ അതൊക്കെ നമ്മള് നിലത്ത് ഷീറ്റിലേക്ക് ഇട്ട നെല്ലിക്കാളാ കേട്ടോ. അല്ലാതെ നമ്മള് നിലത്തിടാതെ പറിച്ചതാ. ഇത്രയുണ്ട്. എന്നാലും നമുക്ക് ആവശ്യം നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള നെല്ലിക്കൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് അച്ചാറിടാനും ഉപ്പിലിടാനൊക്കെ മാറ്റിയേക്കാം. വൈനിടാനും അത് ഇത്രയുണ്ട്. നമുക്ക് എന്താ അതാണ് നിർത്തിക്കളാം. ഒന്ന് കുലുക്കിക്കളാം, എല്ലാം കുലുക്കിക്കോ. നമ്മളെ വീഡിയോ ഇവിടെ നിർത്തണം, കുറെ വലിയ ലെങ്ത് വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ഇത് ആവശ്യത്തിലുള്ള നെല്ലിക്കായിട്ട്. അപ്പൊ നെല്ലിക്ക നമുക്ക് എങ്ങനെ അറിയാം, ഉപ്പിലിടാനും വൈനുണ്ടാക്കാൻ അച്ചാറിടാൻ മാത്രമല്ല ഡെയിലി ചില ആളുകളൊക്കെ കഴിക്കും. നെല്ലിക്ക കിട്ടുന്നവരൊക്കെ ഇതുപോലെ 1-2 നെല്ലിക്ക ഡെയിലി നമ്മൾ കഴിക്കുന്നതല്ല. രാവിലെ തന്നെ നെല്ലിക്ക കഴിക്കുന്ന അത്രയും നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ ഗുണങ്ങളുള്ള നല്ല നാടൻ നെല്ലിക്ക കിട്ടും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞാൽ ഞങ്ങളൊരു ഭ്രാന്താണ് ഇങ്ങനെ മല കയറിയിട്ട് കുറച്ച് റിസ്ക് എടുത്തിട്ട് നെല്ലിക്കയും മാങ്ങി ഇതൊക്കെ പറിക്കല്. അപ്പൊ കുഞ്ഞാളിനി വേഗം പോവാനേ. അപ്പൊ ഇതൊക്കെ ചാക്കൊക്കെ എടുത്തിട്ട്
ചാക്കിലേക്കൊക്കെ എടുത്തേ.